ഹലോ ഗായ്സ്, അപ്പോൾ വെൽക്കം ടു റിയൽ ടോക്ക് സുമിത്ത്. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ ആദ്യമായിട്ട് ചാനലിലേക്ക് വരുന്നവരാണെങ്കിൽ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ വീഡിയോ കാണണം. അതേപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തോ ആയിക്കോട്ടെ, നെഗറ്റീവ് പോസിറ്റീവ് തെറിവിൽ എന്ത് കാര്യങ്ങളായാലും അത് കമൻറ്റ് സെക്ഷനിൽ വന്ന് മെൻഷൻ ചെയ്യാനും, ഈ വീഡിയോ നിങ്ങൾക്ക് ഇൻഫർമേറ്റീവ് ആയി നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും, ഈ വീഡിയോ കുറേ ആൾക്കാർക്ക് ഷെയർ ചെയ്ത് ഈ ഇൻഫർമേഷൻ എത്തിക്കാനും നിങ്ങൾ 100% ശ്രമിക്കണമെന്ന് ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്തായാലും ഇന്ന് പറയാൻ വന്നിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ടായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. നിങ്ങൾക്ക് ബെനിഫിറ്റ് ഉള്ള കാര്യങ്ങളുണ്ട്, അതേപോലെ തന്നെ കുറേ അപ്ഡേറ്റുകളുണ്ട്. ഇത്തിരി വീഡിയോ ലെങ്ത് ആണെങ്കിലും ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും അപ്പോൾ ഇന്നത്തേത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് എന്ത് ചെയ്യാം, എന്താണ് നമ്മൾ ഇന്ന് അപ്ഡേറ്റ് പറയാൻ പോകുന്നത് എന്ന് പറയാം. അപ്പോൾ ബംസ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊജക്റ്റ് കുറേ ആൾക്കാർക്ക് അറിയും, അതേപോലെ തന്നെ സീഡ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരുപാട് ആൾക്കാർക്ക് അറിയും, അതേപോലെ തന്നെ ഏജന്റ് 301 എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊജക്റ്റും കുറച്ച് ആൾക്കാർക്കെങ്കിലും അറിയും. അപ്പോൾ ഈ ഒരു 3 പ്രൊജക്റ്റിൻ്റെ അപ്ഡേറ്റുകളും എപ്പോഴാണ് ഇതിൻ്റെ TG ലിസ്റ്റിംഗ് എന്നുള്ള കാര്യങ്ങളും എല്ലാം ആയിരിക്കും എന്ന് പറയുന്നത്. അതുകൂടാതെ നമുക്ക് ഫ്രീ ആയിട്ട് ഈ 160 രൂപ കിട്ടുന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ കുറേ പേർക്ക് കുറേ ഡൗട്ടുകളുണ്ട്, ആ ഡൗട്ടൊക്കെ ക്ലാരിഫൈ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഫ്രീ ആയിട്ട് ടോൺ തരും എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എൻ്റെ ടെലിഗ്രാം ചാനലിലുള്ളവർക്കാണെങ്കിൽ എല്ലാവർക്കും അറിയും. ഇന്ന് നമുക്കൊരു 5 മണിയാകുമ്പോഴായിരിക്കും അതിൻ്റെ ആരാണ് വിന്നർ എന്ന് നമുക്ക് പറയാൻ പോകുന്നത്. അപ്പോൾ അതിനെന്താണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയും. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് സീഡിൻ്റെ കാര്യത്തിൽ തന്നെ പോകാം. അപ്പോൾ സീഡ് നമുക്ക് എടുത്തു എന്ന് പറഞ്ഞാൽ റീസെൻ്റ്ലി എന്ത് അപ്ഡേറ്റ് ആണ് അവർ തന്നിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ ആൾറെഡി കുറേ പേർക്ക് നമുക്ക് അറിയാൻ പറ്റും. സീഡ് എന്താണ്, നവംബറിൽ ലിസ്റ്റ് ആവാൻ പോവാണ്, ഓപ്പൺ ചെയ്താൽ തന്നെ നവംബറിലാണ് ലിസ്റ്റ് ആവാൻ പോകുന്നത് എന്നുള്ളൊരു കാര്യമായിരുന്നു അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ അവർക്ക് റീസെൻ്റ്ലി അവർ എന്ത് പറഞ്ഞിട്ടുണ്ട് നമുക്ക് അപ്ഡേറ്റ് വായിച്ചിട്ട് തന്നെ പറയാം. അപ്പോൾ സീഡിസൺസ് അവർ CEO, ഈ സീഡ്സൺ എന്ന് പറയുന്നത് നമ്മളെയാണ് പറയുന്നത്, യൂസേഴ്സിനെയാണ് പറയുന്നത്. ഷെയർഡ് എ ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റ് അബൌട്ട് സീഡ്സ് ജേർണി ആൻഡ് വാട്ട് കമ്മിങ് നെക്സ്റ്റ്. വൈൽ ദർ ഈസ് എ സ്ലൈറ്റ് ഡിലേ വി ആർ ടേക്കിംഗ് എക്സ്ട്രാ ടൈം ടു എൻഷുർ എവറിത്തിങ് ഈസ് ജസ്റ്റ് റൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിട്ടുള്ള എന്താ കാര്യം എന്ന് പറഞ്ഞാൽ നവംബറിൽ ലിസ്റ്റ് ആവാൻ പോകുന്ന സീഡ് എന്ന് പറഞ്ഞ പ്രൊജക്റ്റ് ഡിസംബറിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് എന്ന് അവർ പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ എവിടെയും നമുക്ക് ഡിസംബർ എന്ന് ലിസ്റ്റിംഗ് കാണില്ല. നമ്മൾ എന്ത് ചെയ്യാം, നേരെ ആപ്പ് ഓപ്പൺ ചെയ്തു എന്ന് പറഞ്ഞാൽ അവിടെ നേരത്തെയൊക്കെ എന്തായിരുന്നു വരുന്നത്, ലിസ്റ്റിംഗ് ഓൺ നവംബർ എന്നാണ് വരിക. ഇപ്പോൾ അവിടെ കാണിക്കുന്നത് ലിസ്റ്റിംഗ് ഓൺ ഡിസംബർ എന്നാണ് എന്ത് ചെയ്യുന്നത് അവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും എനിക്കിപ്പോൾ 378 പോയിൻറ്റ്സ് ആയി, സീറ്റ് പോയിൻറ്റ്സ് ആയി. എന്താ അത് കമ്മിയായി എന്ന് പറഞ്ഞാൽ എൻ്റെ ഇവിടെ ഒരു സീറ്റ് ഗിൽറ്റിൽ ജോയിൻ ആയ ആൾക്കാർക്ക് എപ്പോഴും ഞാൻ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് 1%. ചിലവർക്കൊക്കെ അത് ചെറിയ ചെറിയ പോയിൻ്റ് ആയിട്ട് കയറും. എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ ഗിൽറ്റിൽ 200 പേരോളം ആൾറെഡി ഇപ്പോൾ ആവാറായി. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതൊക്കെ എല്ലാവർക്കും പോകുന്ന കാരണം ചെറിയ ചെറിയ എമൗണ്ട് നിങ്ങൾക്ക് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ഇവിടെ എയർ ഡ്രോപ്പ് സെഷനിൽ വന്ന് നോക്കിയെന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ വാലറ്റ് കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ അവർ കൊടുത്തിട്ടുണ്ട്. OKX ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്തായാലും നിറയെ ഡിഫിക്കൽട്ടീസ് ഉണ്ടാവുമെന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ അടുത്തത് അവർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എന്താണ്, കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇന്ന ഫ്രണ്ട്സിൻ്റെ ഒരു ഇതൊക്കെ ആയിരിക്കും എലിജിബിലിറ്റി ക്രൈറ്റീരിയ, അതേപോലെ തന്നെ അച്ചീവ്മെൻ്റ് ആയിരിക്കും, അതേപോലെ തന്നെ സീറ്റ് പോയിൻറ്റ്സ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഈ സീറ്റ് പോയിൻറ്റ്സ് ടോട്ടലി കൺവേർഷൻ ആവുകയാണോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും അല്ല. നമുക്ക് ചെയ്യുന്ന എല്ലാ ആക്ടിവിറ്റിയും ബേസ് ചെയ്തിട്ട് അവർ ടോക്കൺ തരികയാണ് ചെയ്യുക എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ നമുക്ക് എന്തായാലും ഇതിൽ ഒരുപാട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് പറയേണ്ട ഒരാവശ്യമില്ല. കുറേ കാലമായിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്ന, ഇല്ലെങ്കിൽ കുറേ പേർക്ക് എന്താണ് ഇത് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രൊജക്റ്റാണ് സീഡ്. അതേപോലെ തന്നെ നിങ്ങൾക്ക് എങ്ങനെയാണ് പെട്ടെന്ന് തന്നെ ഇത് കൂട്ടുക എന്നുള്ളൊരു കാര്യം കൂടി ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ കണ്ടു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് എങ്ങനെയാണ് സീറ്റ്സൊക്കെ കൂട്ടുക എന്നുള്ള കാര്യം മനസ്സിലാവും. അപ്പോൾ എൻ്റെ ഒരു സീറ്റ് ഗിൽറ്റിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യണം, ജോയിൻ ചെയ്യണം എന്നുള്ള ഒരാൾക്കാരാണെങ്കിൽ നേരെ എൻ്റെ ടെലിഗ്രാം ചാനലിൽ വരിക. ടെലിഗ്രാം ചാനലിൽ വന്നിട്ട് ഇവിടെ ഒന്ന് സെർച്ച് ചെയ്യുക. എന്താ സെർച്ച് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ സീറ്റ് ഗിൽഡ് എന്ന് മാത്രം സെർച്ച് ചെയ്തെന്ന് പറഞ്ഞാൽ നമ്മുടെ അവിടെ എന്ത് വരും, സീറ്റ് ഗിൽഡ് വരും. ഇത് ഓപ്പൺ ചെയ്തെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ജോയിൻ ചെയ്യാൻ പറ്റും. ജോയിൻ ചെയ്തെന്ന് പറഞ്ഞാൽ എൻ്റെ ഇപ്പം തന്നെ ഞാനത് 500 പേരായിട്ട് ലിമിറ്റ് മെമ്പേഴ്സ് മാറ്റിയിട്ടുണ്ട്. 151 പേര് ഇപ്പോൾ അവിടെ ഡിസ്ട്രിബ്യൂട്ട്, അല്ലെങ്കിൽ 151 പേര് ഇപ്പോൾ മെമ്പർ ആയിട്ടുണ്ട്. അവിടെ ഏറ്റവും മേലെ നിൽക്കുന്നത് ഉദയ B1 155 സീറ്റ്സ് വെച്ചിട്ടാണ് നിൽക്കുന്നത്. ഞാനൊക്കെ 40 ഉള്ളൂ. അപ്പോൾ എനിക്കിവിടെ എന്ത് ചെയ്യാൻ പറ്റും, എനിക്കിവിടെ ഡിസ്ട്രിബ്യൂട്ട് സീഡ് കൊടുക്കാൻ പറ്റും. ഞാനിപ്പോൾ ഇവിടെ 1% ചൂസ് ചെയ്തു, കൺഫേം കൊടുത്തു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊക്കെ എനിക്ക് കിട്ടുന്ന ബോണസിൽ നിന്ന് നിങ്ങൾക്കൊക്കെ കുറച്ച് കിട്ടും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യത്തിനൊക്കെ വേണ്ടെങ്കിൽ ഈ ഗിൽറ്റിലൊന്ന് ജോയിൻ ചെയ്യുക. ഇനിയിപ്പോൾ വേണമെങ്കിൽ 350 പേർക്ക് ജോയിൻ ചെയ്യാനുള്ളൂ. എന്തായാലും 350 പേര് ജോയിൻ ചെയ്തില്ല, എന്തായാലും 200 പേര് എബോവ് ഈ വീഡിയോ കഴിഞ്ഞാൽ ആവുന്ന എനിക്കൊരു 100% ഉറപ്പുണ്ട്. അപ്പോൾ എല്ലാവർക്കും ആ ബെനിഫിറ്റ് കിട്ടട്ടെ. ഇനി നമ്മൾ അടുത്ത് പറയാൻ പോകുന്നത് ഒരു പ്രധാനപ്പെട്ട പ്രൊജക്റ്റ് തന്നെയാണ്. ആൾറെഡി ഇപ്പോൾ കുറേ പ്രൊജക്റ്റുകൾ കൊളാബറേറ്റ് ചെയ്യുന്ന ബംസിനെ പറ്റിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് അടുത്ത് പറയാൻ പോകുന്നത്. ഈ ബംസ് ആൾറെഡി നമ്മുടെ എക്സംപയറിൻ്റെ അതേ പക്ക
പക്ക കോപ്പിയാണെന്ന് കുറേ പേർക്ക് അറിയാൻ പറ്റും. എന്തായാലും അത് പക്ക കോപ്പി തന്നെയാണ്. അതേപോലെയുള്ള പല കാര്യങ്ങളാണ് അതിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ റീസെൻ്റ്ലി നമുക്ക് അവരൊരു അപ്ഡേറ്റ് തന്നിട്ടുണ്ട്. കുറേ ബംസ് പ്ലെയേഴ്സ് ഉണ്ട് എന്ന് എനിക്കറിയാം. എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിലുള്ള ഏഷ്യയിലുള്ള ആൾക്കാർ മാത്രമല്ല വെളിയിലുള്ള ആൾക്കാരും കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രൊജക്റ്റാണ് ഈ ബംസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് റീസെൻ്റ്ലി അവരുടെ ഒരു വോട്ട് വന്നിട്ടുണ്ട് പൗസിൽ. പൗസ് കളിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ എല്ലാവരും ഇത് വോട്ടിങ്ങിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ടാവുന്നതാണ് എൻ്റെ ഒരു 100% ഉറപ്പ്. അപ്പോൾ നമുക്ക് എന്തായാലും അതിൻ്റെ ലാസ്റ്റ് അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ ഷോർട്ട് ഇൻട്രോ ടു ന്യൂ ഗസ്റ്റ് ഫ്രം പൗസ്. അപ്പോൾ പൗസിൽ ആൾറെഡി ഒരു വോട്ടിൻ്റെ ഇത് നടന്നിട്ടുണ്ടായിരുന്നു, 2 മാർക്കറ്റ് എക്സംപയർ. അപ്പോൾ അടുത്തതായിട്ട് അവർ നടത്താൻ പോകുന്നത് നമ്മുടെ ബംസും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു വോട്ട് സെഷനാണ്. അപ്പോൾ നമുക്ക് അവർ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ TGE കാര്യങ്ങൾക്കൊക്കെ അവർ അപ്ഡേറ്റ് തന്നിട്ടുണ്ട്. റീസെൻ്റ്ലി എന്ന് പറഞ്ഞാൽ കുറച്ച് ദിവസം മുമ്പ് തന്നെ നമുക്ക് TGE എപ്പോഴാണ് ലിസ്റ്റിംഗ് എന്നുള്ള കാര്യം അവർ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് എന്തായാലും റീസെൻ്റ്ലി ഇവിടെ ലാസ്റ്റിലുള്ള അപ്ഡേറ്റ് തന്നെ പറഞ്ഞിട്ടുണ്ട്. ബംസ് ഗെയിം സെൻറ്റർ ഈസ് ലോഞ്ചിങ് ഇൻ December 2024 and we love game, we have plenty play to games, ടോക്കൺ പ്രൈസ് ആൻഡ് റേസിംഗ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. എന്തായാലും അവരുടെ TGA ലിസ്റ്റിംഗ് എന്നുള്ള കാര്യം കൂടി താഴെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. TGA ആൻഡ് ലിസ്റ്റിംഗ് വിൽ ടേക്ക് പ്ലേസ് ക്വാർട്ടർലി 1 of 2025. ടോക്ക് എക്കണോമിക്സ് ആർ ഓൺ ദ വേ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവൻ്റെ എത്രത്തോളം ടോക്കണാണ് തരാൻ പോകുന്നത്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അവർ പറയുമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് എന്തായാലും അവർ ഒഫീഷ്യലായിട്ട് അനൗൺസ്മെൻറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ബംസ് നമുക്ക് എപ്പോഴാണ് പൈസ ആക്കാൻ പറ്റുക എന്ന് ചോദിച്ചാൽ ക്വാർട്ടർലി 1 of 2025 ആണ്. ജാനുവരി ഫെബ്രുവരി അങ്ങനെയുള്ള ഒരു 2-3 മാസം കഴിഞ്ഞിട്ടാണ് ഈ ക്വാർട്ടർലി, ഇതിൽ ഏതെങ്കിലും ഒരു മാസത്തിലായിരിക്കും അവരെന്ത് ചെയ്യുന്നത്, ഇത് ലിസ്റ്റ് ആവാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ കുറേ പേർക്ക് ഡൗട്ടൊക്കെ ഉണ്ടാവും, ഇതിൽ എന്താണ് കളിക്കേണ്ടത്, പ്രോഫിറ്റ് പെർ അവർ ആണോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പെട്ടെന്ന് നമുക്കൊന്ന് എക്സ്പ്ലോർ ചെയ്യുക. ഇതെൻ്റെ ആദ്യമായിട്ട് എടുക്കുന്ന ഒരു അക്കൗണ്ടാണ്. ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതിൽ, ഒരുപാട് എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ എക്സംപയറിൻ്റെ അതേ പക്കയാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, അതിൽ എന്തായാലും പ്രോഫിറ്റ് പെർ അവർ അവർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പ്രോഫിറ്റ് പെർ അവർ നിങ്ങൾ മാക്സിമം കൂട്ടാൻ നോക്കുക എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ ഏതൊരു ടെലിഗ്രാം ഒരു പ്രൊജക്റ്റ് എടുത്താലും അതിൽ ടാപ്പ് ടു ആണല്ലോ. അപ്പോൾ ഇതിലും ഇവിടെ ടാപ്പ് ടു ആണ്. അതല്ലാതെ കുറേ ടാസ്കുകൾ അവരിവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ എയർ ഡ്രോപ്പ് എന്നുള്ളൊരു ഹൈലൈറ്റ് ആയിട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു എക്സംപയറിൽ ചെയ്ത പോലെ തന്നെ നമുക്കിവിടെ എന്ത് ചെയ്യണം, വാലറ്റ് കണക്ട് ചെയ്യണം, ഒരു ടോൺ ട്രാൻസാക്ഷൻ ഒന്ന് ചെയ്യണം. അങ്ങനെയുള്ളവർ ചെയ്താൽ മാത്രമാണ് ഇതിൽ എലിജിബിൾ ആവുള്ളൂ. ഒരുപാട് പോയിൻറ്റ്സ് ഉള്ള ആൾക്കാർ ഇത് ചെയ്താൽ മതി എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. എന്തായാലും ഈ അക്കൗണ്ടിൽ ഞാൻ ചെയ്യുന്നില്ല. കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഞാനൊരു അക്കൗണ്ട് ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ, ആ അക്കൗണ്ടിൽ എന്തായാലും ഞാൻ ട്രാൻസാക്ഷനൊക്കെ ചെയ്യും. എന്താണെന്ന് പറഞ്ഞാൽ ഞാൻ അതിൽ കുറച്ച് ലെവലൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് എക്സ്പ്ലോർ ചെയ്യുക, നിങ്ങൾ തന്നെ എക്സ്പ്ലോർ ചെയ്യുക. ഇത്രത്തോളം ഗെയിമും ഇത്രത്തോളം ടെലിഗ്രാം എയർ ഡ്രോപ്പും ക്രിപ്റ്റോൻ്റെ പാതി ഒരു 75% നിങ്ങളിപ്പോൾ കളിച്ച് അറിഞ്ഞിട്ടുണ്ടോ, കുറേ അടികൾ കിട്ടിയല്ലോ. അപ്പോൾ എന്തായാലും നിങ്ങൾ തന്നെ ഇത് എക്സ്പ്ലോർ ചെയ്തിട്ട് നിങ്ങൾ തന്നെ എന്ത് ചെയ്യുക, അതിന് ട്രാൻസാക്ഷൻ ചെയ്യണോ വേണ്ടോ എന്നൊക്കെ നിങ്ങൾ തന്നെ തീരുമാനിക്കാം. ഇനി നമ്മൾ അടുത്ത് പറയാൻ പോകുന്നത് ഏജൻറ്റ് എന്ന് പറഞ്ഞ പ്രൊജക്റ്റാണ്. ഈ ഏജൻറ്റ് എന്ന് പറഞ്ഞ പ്രൊജക്റ്റ് ആദ്യം വന്നപ്പോൾ തന്നെ കുറേ ആൾക്കാർക്ക് എന്താണ്, നല്ല ബാക്കപ്പ് ഉള്ള പ്രൊജക്റ്റാണ്. ഇത് ടെലിഗ്രാം സപ്പോർട്ട് ചെയ്യുന്ന പ്രൊജക്റ്റാണ്. ബിറ്റ്ഗെറ്റ് സപ്പോർട്ട് ചെയ്യുന്നു, ഇല്ലെങ്കിൽ ബൈബിറ്റ് സപ്പോർട്ട് ചെയ്യുന്നു, ഏതൊക്കെ എക്സ്ചേഞ്ചുകൾ സപ്പോർട്ട് ചെയ്യുന്ന പ്രൊജക്റ്റാണ് എന്നൊക്കെ പറയുന്നുണ്ട്. നമുക്ക് എന്തായാലും ഇതിന് ഒരുപാട് അവർ കുറേ ഒരു ഡിഫിക്കൽട്ടീസ് കൊടുത്തിട്ടുണ്ട്. അതെന്താണെന്ന് നോക്കാം. ലാസ്റ്റ് എന്തായാലും നമുക്ക് അതിൻ്റെ അനൗൺസ്മെൻറ്റ് തന്നെ വായിക്കാം. അപ്പോൾ റീസെൻ്റ്ലി വന്ന അനൗൺസ്മെൻറ്റ് എന്താണെന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ഹവേഴ്സ് ഫോർ ദ ഡേ 12/21 അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ വന്നിട്ടുണ്ട്. അതല്ലാതെ ഈ ബംസിൻ്റെ ഒരു ടാസ്ക് അവർ പറഞ്ഞിട്ടുണ്ടല്ലോ, അപ്പോൾ അതും പറഞ്ഞിട്ടുണ്ട്. ചെറിയൊരു ലേറ്റിന് പ്രശ്നമൊക്കെ ഉണ്ട്, ക്ഷമിക്കുക, അതൊക്കെ നമുക്ക് സ്വാഭാവികമാണ്, നമ്മൾ വളർന്നു വരുന്നല്ലേ ഉള്ളൂ. അപ്പോൾ എന്തായാലും അവരുടെ അനൗൺസ്മെൻറ്റ് തന്നെ നമുക്ക് വായിക്കാം. റെഡി ഫോർ TGE ആൻഡ് ലിസ്റ്റിംഗ് ടുഡേ വി ആർ റിമൂവ് ദ അബിലിറ്റി ടു പർച്ചേസ് കോയിൻ ഇൻക്രീസ് ദ മൈനേഴ്സ് ഇൻകം X for time എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്താണ് അവർ എന്ത് ചെയ്യാൻ പോവാണ്, TGEൻ്റെ ലിസ്റ്റിംഗ് കാര്യത്തിലും, ഇല്ലെങ്കിൽ TGEൻ്റെ ലിസ്റ്റിംഗ് അല്ല, ഈ ഏജൻറ്റ് 301 എന്ന് പറഞ്ഞ ടോക്കൺ ലിസ്റ്റ് ആവാൻ പോകുന്നതിൻ്റെ കാര്യത്തിൻ്റെ സ്റ്റെപ്പ് എടുക്കാൻ പോവാണ്. അത് കാരണം പൈസ കൊടുത്ത് ഇത് മൈനിങ് ചെയ്ത് കൂട്ടാനുള്ള ഒരു ഓപ്ഷൻ ഞങ്ങൾ റിമൂവ് ചെയ്യുകയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. കുറേ കാലം ഈ ഗെയിം വന്നിട്ട് എന്ന് ഞാൻ പറയുന്നില്ല, മറ്റുള്ള ഗെയിമിനേക്കാളും പെട്ടെന്ന് തന്നെ വന്നിട്ട് നല്ലൊരു പോപ്പുലാരിറ്റി കിട്ടിയൊരു ഗെയിമാണ്. അപ്പോൾ ഇതുവരെ കയറാത്തവരാണെങ്കിൽ എന്തായാലും മസ്റ്റായിട്ട് കയറണം എന്നാണ് ഞാൻ പറയുള്ളൂ. ഇതിൽ ഒരുപാട് ടാസ്കുകളോ ഒരു കാര്യങ്ങളും ഇല്ല. കുറേ പേര് എൻ്റെ അടുത്ത് ഏജൻറ്റ് 1 പറ്റി ഒന്ന് കയറി പറയുമോ എന്ന് ചോദിച്ച കാരണമാണ് പെട്ടെന്ന് പോയി പറയുന്നത്. വീഡിയോ ഇത്തിരി വലുതായാലും കുഴപ്പമില്ല, നല്ല ഇൻഫർമേഷൻ ആയിരിക്കും ഈ വീഡിയോയിൽ നിന്ന് കിട്ടുക. അപ്പോൾ നമുക്ക് എന്തായാലും റീസെൻ്റ്ലി വന്നിരിക്കുന്നത് അവർ ഏജ് ഓഫ് മൈനിങ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ടാസ്ക് ഇവിടെ കൊണ്ടുവന്നിട്ട് എൻ്റെ അടുത്ത് ചോദിക്കുകയാണ് 2000 സ്റ്റാർസ് തന്നാലാണ് ഇത് ചെയ്യുള്ളൂ. ആരും ഇതിൽ കൊണ്ട് ഒരുപാട് പൈസ ഒന്നും കൊടുക്കരുത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. മേ ബി കൊടുത്താൽ കിട്ടുമായിരിക്കും, പക്ഷേ അത്രത്തോളം പോയിൻറ്റ്സ് ഒക്കെ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ മാത്രം കൊടുക്കുക. അത്രത്തോളം നമുക്ക് വേറെ പ്രൊജക്റ്റിൽ നിന്ന് നമുക്ക് പ്രോഫിറ്റ് കിട്ടിയിട്ടില്ല. അങ്ങനെ കിട്ടുകയാണെങ്കിൽ നമുക്ക് ഇതിലൊക്കെ കൊണ്ടുവന്ന് പരീക്ഷിക്കായിരുന്നു. അപ്പോൾ കിട്ടാത്ത കാരണം ഞാൻ എന്തായാലും അത് സ്കിപ്പ് ചെയ്ത് കളയാണ്. അപ്പോൾ നിങ്ങൾക്ക് നേരെ ഇവിടെ ടാസ്ക് ഉണ്ട്, ടാസ്കിലേക്ക് വന്നെന്ന് പറഞ്ഞാൽ ഒരുപാട് ടാസ്ക് അവിടെ കൊടുത്തിട്ടുണ്ട്. ആ ടാസ്ക് ഒക്കെ ചെയ്തിട്ട് നിങ്ങൾ ക്ലെയിം ചെയ്ത് എടുക്കുക. അതുപോലെ തന്നെ ട്രാൻസാക്ഷനൊക്കെ പറഞ്ഞിട്ടുണ്ട്, ട്രാൻസാക്ഷൻ ഒന്നും ചെയ്യേണ്ടതെന്നാണ് ഞാൻ പറയുക. അങ്ങനെ വല്ല ചെയ്യണം, നിങ്ങൾ വല്ല ടെസ്റ്റ് ടോണൊക്കെ
ഒക്കെ ഉപയോഗിച്ചിട്ട് ചെയ്ത് നോക്കിക്കോ, പുതിയതായിട്ട് കയറുന്ന ആൾക്കാരാണെങ്കിൽ. അപ്പോൾ ഫ്രണ്ട്സിനെ റെഫർ ചെയ്താൽ നമുക്ക് കുറേ പോയിൻറ്റ്സ് കിട്ടും. അതെന്തായാലും നിങ്ങൾ കയറുക. എനിക്കിപ്പോൾ ആകെ കുറച്ച് പോയിൻറ്റ്സൊക്കെ ഉള്ളൂ, 15 സംതിങ് ലാക്കോ അങ്ങനെയൊക്കെ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും കൂടുതൽ ഉണ്ടാവുമെന്ന് എനിക്കറിയാം. ഞാനൊന്നും ഒരുപാട് കളിക്കാത്ത ആളാണ്, അത് കാരണമാണ് എനിക്ക് എത്രത്തോളം കുറവ്. അപ്പോൾ എന്തായാലും വിഡ്രോ ടു വാലറ്റ് എന്ന് പറഞ്ഞ് ഈ ഒരു ടാസ്ക് മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, കംപ്ലീറ്റ് ചെയ്ത് വെക്കുക എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഞാൻ എന്താണെന്ന് പറഞ്ഞാൽ ഈ ഒരു ടാസ്ക് മുമ്പ് വന്നതാണ്. ഈ ടാസ്ക് ഞാൻ എല്ലാവരോടും കംപ്ലീറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ചെറിയൊരു ഫീ ഒക്കെയാണ് അവിടെ ചോദിക്കുന്നുള്ളൂ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. നിങ്ങൾ മസ്റ്റായിട്ട് ഈ ടാസ്ക് ചെയ്ത് വെച്ചാൽ മാത്രമാണ് നമുക്കിതിലേക്ക് എലിജിബിലിറ്റി കിട്ടുള്ളൂ. അത് കാരണമാണ് ഈ ടാസ്ക് മാത്രം നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് വെക്കണമെന്നാണ്. വേറെയൊക്കെ നമുക്ക് സ്കിപ്പ് ചെയ്യാം. ഇനി നമ്മൾക്ക് ഇതിൻ്റെ അപ്ഡേറ്റ് കിട്ടി. അപ്പോൾ TGA ഉള്ള കാര്യങ്ങളൊക്കെ തുടങ്ങാൻ പോവാണ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു അപ്ഡേറ്റാണ് പറഞ്ഞത്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഞാൻ ഇന്നലെ പറഞ്ഞ 160 രൂപേൻ്റെ കാര്യമാണ്. ഈ 160 രൂപ നമുക്ക് എല്ലാവർക്കും കിട്ടും. അപ്പോൾ ഈ എല്ലാവർക്കും കിട്ടുക എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞാൽ ഇതൊരു ലൂട്ട് ക്യാമ്പയിനാണ്. ഇതൊരു ക്യാമ്പയിൻ നടത്തുകയാണ്. ഇത്രത്തോളം ഒരു ദിവസത്തിനായിരിക്കും, അത് അവസാനിക്കുന്നവരെയായിരിക്കും കിട്ടുക. അപ്പോൾ ഇപ്പം തന്നെ മസ്റ്റായിട്ട് കയറിയാലാണ് നിങ്ങൾക്ക് കിട്ടുള്ളൂ. കുറേ പേര് ഇന്നലത്തെ വീഡിയോയിൽ കണ്ടിട്ട് കയറിയിട്ടുണ്ടെന്ന് എനിക്കറിയാം. എന്താണെന്ന് പറഞ്ഞാൽ എനിക്ക് എമൗണ്ട് കിട്ടുന്നതാണല്ലോ. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ ആ ഒരു ലൂട്ട് എങ്ങനെയാണ് ചെയ്യേണ്ടി എന്നുള്ളൊരു കാര്യം കൂടി ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം പറഞ്ഞുതരാം. പെട്ടെന്ന് പറഞ്ഞുതരാം. ഒരുപാട് ഡൗട്ടുകൾ ഉണ്ടാവും. ആ ഡൗട്ടും ഇതിലെന്ത് ചെയ്യും, ക്ലിയർ ചെയ്യാനാണ് എൻ്റെ ഒരു ഉദ്ദേശം. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ ഞാൻ ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. അപ്പോൾ ഇതിൽ കയറി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ഫസ്റ്റ് കൊടുക്കേണ്ടത് നിങ്ങളുടെ UPI ആണ്. നിങ്ങളുടെ UPI എവിടെയാണ് കിട്ടുക, അതും കുറേ പേർക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. നിങ്ങളുടെ ഇപ്പോൾ ഗൂഗിൾ പേ ഒക്കെ എടുത്തു എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രൊഫൈൽ സെഷനിൽ നമുക്ക് എന്ത് കാണാൻ പറ്റും, നമ്മുടെ ഇത് മേ ബി ഇത് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണില്ല, എനിക്ക് ഉറപ്പൊന്നുമില്ല, ഞാൻ കാണിച്ചു തരാം. നേരെ പ്രൊഫൈൽ സെഷനിൽ പോയെന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കാൻ എടുക്കുന്നതിൻ്റെ തൊട്ട് താഴെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, UPI എന്നുള്ളത് കാണാൻ പറ്റും. അവിടെ നിന്ന് അത് കോപ്പി ചെയ്തിട്ട് നേരെ ഇവിടെ കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്യുക, പേസ്റ്റ് ചെയ്തെന്ന് പറഞ്ഞാൽ നമുക്ക് UPI പേസ്റ്റ് ചെയ്യും. എന്നിട്ട് ഇവിടെ സബ്മിറ്റ് കൊടുത്തു എന്ന് പറഞ്ഞാൽ നമ്മൾ നേരെ എവിടേക്കാണ് പോവുക, നേരെ നമ്മൾ പ്ലേ സ്റ്റോറിലേക്കാണ് പോവുക. അത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ പ്ലേ സ്റ്റോറിൽ നിന്നാണ് ഈ ആപ്പ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇൻസ്റ്റാൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്കൊന്നും കുഴപ്പമില്ല. അപ്പോൾ നേരെ ഈ പ്ലേ സ്റ്റോറിലേക്ക് പോയി എന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ നിന്ന് Angel One എന്ന് പറഞ്ഞിട്ടുള്ളൊരു ആപ്പായിരിക്കും നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യേണ്ടി വരിക. അപ്പോൾ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ അവർ എന്ത് ചോദിക്കും, നിങ്ങൾ അക്കൗണ്ട് ഉണ്ടാക്കണോ, അങ്ങനെയുള്ള ബാങ്ക് ഡീറ്റെയിൽ ചോദിക്കണോ. അപ്പോൾ എന്താണ് Angel One എന്ന് കുറേ പേർക്ക് ഡൗട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതും കൂടി പറഞ്ഞിട്ട് നേരെ എന്ത് ചെയ്യുക, ഈ വീഡിയോ അവസാനിപ്പിക്കുക. അപ്പോൾ നേരെ Angel One ഞാനിവിടെ അടിച്ചു നോക്കുകയാണ്. അപ്പോൾ Angel One എന്ന് പറഞ്ഞാൽ നമുക്കൊരു Angel One കുറേ പേർക്ക് അറിയും. സിപ്പ് എന്ന് പറഞ്ഞാലൊക്കെ കുറേ ആൾക്കാർക്ക് അറിയുന്നതാണ് എൻ്റെ ഒരു ഇത്. നമ്മൾ മാസം ഒരു ഷെയർ ഇങ്ങനെ വാങ്ങിയിട്ട് നമുക്ക് അതിലൊരു പ്രോഫിറ്റ് ഇന്ന സമയത്ത് കിട്ടുമെന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്തു, അതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു. നമുക്ക് അതിൻ്റെ ഷെയർ പ്രോഫിറ്റ് കൂടി എന്ന് പറഞ്ഞാൽ നമ്മൾ വാങ്ങുന്നു. അങ്ങനെയുള്ള കാര്യത്തിനൊക്കെ ഈ അപ്പ് സ്റ്റോക്സ് എല്ലാവർക്കും അറിയാലോ. അതിലാണല്ലോ കുറേ സ്റ്റോക്കിൻ്റെ കാര്യങ്ങളൊക്കെ എല്ലാവരും പഠിച്ചു വരുന്നത്. അതേപോലെ തന്നെയുള്ള ഒരു മ്യൂച്വൽ ഫണ്ട് സ്റ്റോക്സ് ഒക്കെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്പാണ് ഈ Angel One എന്ന് പറഞ്ഞത്. ഇത് ട്രസ്റ്റഡ് തന്നെയാണ്. നമുക്കിത് എവിടെ നിന്നാണ് കിട്ടുന്നത്, നമുക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് തന്നെയാണ് കിട്ടുന്നത്. അപ്പോൾ നമുക്കിതിൽ കുറേ പേർക്ക് ഡൗട്ടാണ്. ഇതിലിപ്പോൾ അക്കൗണ്ട് എടുത്തു എന്ന് പറഞ്ഞാൽ, ഞാൻ ഇപ്പോൾ ഒരു 160 രൂപയ്ക്ക് അക്കൗണ്ട് എടുത്തു എന്ന് പറഞ്ഞാൽ എനിക്ക് 250 രൂപ ആനുവലി കെട്ടേണ്ടി വരുമല്ലോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. അപ്പോൾ അതും കൂടി നമുക്ക് എന്ത് ചെയ്യാം, നമുക്കിവിടെ നോക്കാം. ഈസ് ദ Angel One നമുക്ക് അത്രത്തോളം ഒന്നും ചാർജ് ഇതിൽ വരില്ല. അതുകൊണ്ടാണ് ഞാൻ ഇതിൽ ഇപ്പം തന്നെ നിങ്ങൾ കയറിക്കോ എന്ന് പറഞ്ഞത്. അപ്പോൾ ദ Angel One നീഡ് എനി കുറച്ച് ഇങ്ങനെയൊക്കെ ഉണ്ടാവും, എനി ചാർജസ് എന്ന് കൊടുത്തു എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ കാണാൻ പറ്റും. അപ്പോൾ ചാർജസ് ചോദിക്കും, എത്രയാണ് ചോദിക്കുന്നതെന്നും കൂടി ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ Angel One എന്ന ഒരു ആപ്പ് ചാർജ് ചോദിക്കുന്നുണ്ട്. ഫസ്റ്റ് വർഷത്തിന് നിങ്ങൾക്ക് എല്ലാം ഫ്രീ ആണ്. ഫസ്റ്റ് വർഷത്തിന് അവരിവിടെ പറഞ്ഞിട്ടുണ്ട്, ഫൈൻഡ് Angel One ഡിമാൻഡ് അക്കൗണ്ട് ചാർജസ് ടൂട്ടത്. Angel One ട്രേഡിംഗ് ആൻഡ് ഡിമാൻഡ് ഒക്കെ ഓപ്പൺ ഫ്രീ. നമുക്ക് ഓപ്പൺ ചെയ്യാൻ 0 ഫീസാണ്. ഈ 0 ഫീസ് എന്ന് പറയുന്നത് എപ്പോഴാണ്, ഈ ഒരു വർഷത്തിൽ തന്നെ നമുക്ക് ഒരു വർഷം നമുക്ക് 0 ഫീസ് ഉപയോഗിക്കാൻ പറ്റും. അടുത്തത് Angel One ചാർജസ് 240 പെർ ഇയർ ഡിമാൻഡ് അക്കൗണ്ട് AMC. Angel One ഡെബിറ്റ് ട്രാൻസാക്ഷൻ ഫീ 220 രൂപ ആസ് പെർ ISP ക്ലയൻറ്റ് ബൈ ഡിറ്റക്ട് ട്രാൻസാക്ഷൻ ഒക്കെ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമുക്കിത് ഒരു വർഷം എന്തായാലും ഫ്രീ ആണ്. ഒരു വർഷം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് 20 രൂപയൊക്കെയാണ് കൊടുക്കേണ്ടി വരുള്ളൂ. അല്ലാതെ ഈ 240 ഡിമാൻഡ് അക്കൗണ്ട് AMC അങ്ങനെയുള്ള കാര്യങ്ങളെന്ന് പറയുമ്പോൾ അങ്ങനെയൊന്നും നിങ്ങൾ പേടിക്കണ്ട. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ Angel One അക്കൗണ്ട് നിങ്ങൾക്ക് വേണ്ടാന്ന് തോന്നിയെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഡീആക്ടിവേറ്റ് ചെയ്യാനോ ഇല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്യാനോ ഉള്ള പ്രൊഫൈൽ സെഷനിൽ പോയാൽ നമുക്ക് ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട്. നിങ്ങൾക്കത് ഡീആക്ടിവേറ്റ് ചെയ്ത് കളയാം. ഒരു വർഷത്തിലാണിത്. ഈ ഒരു വർഷം എന്തായാലും ഫ്രീ ആണ്. ഈ 160 രൂപ നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടിയത് തന്നെയാണ്. അല്ലാണ്ട് വേറെ അത് എവിടെ നിന്നും പോകാനോ നിങ്ങളുടെ ഒരു കാര്യങ്ങളും പോവില്ല. അപ്പോൾ ഇങ്ങനെ എന്തുകൊണ്ടാണ്
എന്തുകൊണ്ടാണ് അവിടെ UPI ID കൊടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ 3 ആൾക്കാർക്ക് ഇവിടെ ബെനിഫിറ്റ് ഉണ്ട്. നമുക്ക് ഈ ലിങ്ക് തരുന്ന ഒരാൾക്ക് ബെനിഫിറ്റ് ഉണ്ട്, എനിക്ക് ബെനിഫിറ്റ് ഉണ്ട്, നിങ്ങൾക്ക് കയറുന്ന നിങ്ങൾക്ക് ബെനിഫിറ്റ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും 160 രൂപ ഇന്നലെ കണ്ട വീഡിയോയിൽ കയറി ഉള്ളവരാണെങ്കിൽ, നിങ്ങൾ ഈ വീഡിയോ കാണുന്നവരാണെങ്കിൽ താഴെ വന്നിട്ട് കിട്ടിയവർ എന്തായാലും റിസീവ്ഡ് ഇടുക. എന്നാലാണ് കുറച്ച് പേർക്ക് വിശ്വാസം ഉണ്ടാവുള്ളൂ. എന്തായാലും എൻ്റെ ഗൂഗിൾ പേയിൽ ഇപ്പോൾ നമുക്കിവിടെ കാണുന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ കാണട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. എനിക്ക് കുറച്ച് പേയ്മെൻ്റ് ഒക്കെ കയറിയിട്ടുണ്ട്, ഇല്ലയെന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല. അപ്പോൾ എന്തായാലും എൻ്റെ ഇവിടെ ലാസ്റ്റ് കയറി എന്തായാലും പേയ്മെൻറ്റ് നിങ്ങൾ കാണുന്നുണ്ടല്ലോ 160. ഇതിലിപ്പോൾ കണ്ടില്ലെങ്കിലും ഞാൻ എന്ത് ചെയ്യുക, സ്ക്രീൻഷോട്ടൊക്കെ എൻ്റെ ടെലിഗ്രാം ചാനലിൽ ഇട്ട് തരാം. അപ്പോൾ ഇങ്ങനെ പേയ്മെൻറ്റ് കയറുന്നുണ്ട്, മസ്റ്റായിട്ട് ഇതിൽ കയറുമെന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ 160 രൂപ. അപ്പോൾ നിങ്ങൾക്ക് കുറേ പേർക്ക് ഡൗട്ട് ഉണ്ടാവും, എനിക്കും എൻ്റെ ഒരു ലിങ്ക് ഉണ്ടാക്കിയിട്ട് മറ്റൊരാൾക്ക് അയച്ചു കൊടുക്കണം, എന്നാലല്ലേ എനിക്ക് പ്രോഫിറ്റ്, ഇല്ലെങ്കിൽ എനിക്ക് ബെനിഫിറ്റ് ഉള്ളൂ, ഇല്ലെങ്കിൽ എല്ലാം ബ്രോയ്ക്കല്ലേ ബെനിഫിറ്റ്, എല്ലാം ബ്രോയ്ക്കല്ലേ കിട്ടുന്നത് എന്നുള്ളൊരു ക്വസ്റ്റ്യനും കൂടി അവിടെ വരും. അപ്പോൾ അതിനും ഞാനൊരു വഴി കണ്ടിട്ടുണ്ട്. നിങ്ങൾക്കും നിങ്ങളുടെ റെഫർ ലിങ്ക് ഉണ്ടാക്കിയിട്ട് വേറൊരാൾക്ക് അയച്ചു കൊടുത്തിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങൾ എൻ്റെ റെഫർ ലിങ്ക് വെച്ച് നിങ്ങൾ കയറി കഴിഞ്ഞിട്ട് ഞാൻ വേറൊരു ലിങ്ക് തരാം. അതിൽ ലിങ്കിൽ കയറിയിട്ട് നിങ്ങളുടെ UPI ID അവിടെ കൊടുത്തിട്ട് നിങ്ങൾക്ക് ഏത് ആപ്പാണോ വേണ്ടത് എന്നുള്ളത് സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ വേറെ ഒരാൾക്ക് അയച്ചു കൊടുത്തെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അക്കൗണ്ടിൽ 160 രൂപ കയറും, ആർക്കാണോ ഇൻസ്റ്റാൾ ചെയ്യുന്നത് അയാളുടെ അക്കൗണ്ടിൽ 160 രൂപ കയറും എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പം ഞാൻ എന്തായാലും അത് നിങ്ങൾക്ക് കാണിച്ചു തരാം. എൻ്റെ ടെലിഗ്രാം ചാനലിൽ തന്നെ ഉണ്ട്. ജോയിൻ ആയവരാണെങ്കിൽ എന്തായാലും നേരത്തെ വീഡിയോ കണ്ടവരാണെങ്കിൽ അറിയും. അപ്പം ഞാൻ എന്ത് ചെയ്യുക, അത് നേരെ അതും കൂടി എടുത്ത് കാണിച്ചു തരാം. ഞാൻ ഇനിയിപ്പോൾ അത് കാണിച്ചു തരാമെന്ന് കുറേ പേർക്ക് ഡൗട്ട് ആവണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, അത് കാണിച്ചു തരുന്നത്. അപ്പോൾ ഈ ഒരു ലിങ്കിൽ കയറി എന്ന് പറഞ്ഞാൽ ഇവിടെ എന്ത് ചെയ്യുക, ഞാൻ വേണമെങ്കിൽ പിൻ ചെയ്തൊക്കെ വെക്കാം. അപ്പോൾ ഈ ഒരു ലിങ്കിൽ കയറി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ സെലക്ട് ചെയ്യാൻ പറ്റും. ഏഞ്ചൽ 1 എന്നുള്ള ആപ്പ് സെലക്ട് ചെയ്താൽ 160 രൂപ. അപ്പോൾ നമുക്ക് ഇവിടെ സെലക്ട് ചെയ്തിട്ട് നമ്മുടെ ഇവിടെ എന്താണ് എൻ്റർ പേയ്മെൻറ്റ് ഡീറ്റെയിലിൻ്റെ അവിടെ എന്താ കൊടുക്കേണ്ടത്, ഇവിടെ UPI ID നിങ്ങളുടെ കൊടുത്തിട്ട് സബ്മിറ്റ് കൊടുത്തു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ലിങ്ക് ഫോമായി കിട്ടും. ആ ലിങ്ക് നിങ്ങൾ ആർക്ക് അയച്ചിട്ട് അവർ ആ ലിങ്കിൽ കയറിയിട്ട് ആ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തു, നിങ്ങൾക്കും 160 രൂപ കിട്ടും, അവർക്കും 160 രൂപ കിട്ടും. അപ്പം മസ്റ്റായിട്ട് ഇത് യൂട്ടിലൈസ് ചെയ്യുക. എത്ര കാലം ഉണ്ടാവുമെന്ന് ഒന്നും നമുക്കറിയില്ല. അപ്പോൾ എന്തായാലും പെട്ടെന്ന് യൂസ് ചെയ്തിട്ട് ഒരുപാട് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ നോക്കുക എന്നുള്ളൊരിതാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. ഇനിയിപ്പോൾ അടുത്ത കാര്യം ഞാനൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ടോൺ നിങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞത്. അപ്പോൾ എനിക്ക് എന്തായാലും ഇങ്ങനെ ചെയ്തിട്ട് കുറച്ച് പൈസ കിട്ടിയിട്ടുണ്ട്, ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. അങ്ങനെ മറ്റുള്ള യൂട്യൂബേഴ്സ് പോലെ ഞാൻ ഒന്നും ഹൈഡ് ചെയ്തിട്ടില്ല. അപ്പോൾ എനിക്ക് പൈസ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഒരു ടോൺ ഗിവ് അവേ ആയിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. അതിന് വലിയ കണ്ടീഷൻസ് ഒരു കാര്യങ്ങളുമില്ല. എൻ്റെ ടെലിഗ്രാം ചാനലിൽ എന്തായാലും ജോയിൻ ചെയ്തവരാണെങ്കിൽ അറിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്തെന്ന് പറഞ്ഞാൽ ഈ വീഡിയോൻ്റെ തൊട്ട് മുമ്പ് ഇട്ടിട്ടുള്ള ഒരു വീഡിയോ ആണ്. ആ വീഡിയോയിൽ പോയിട്ട് നിങ്ങൾ ഒരു കമൻറ്റ് ഇട്ടാൽ മതി. ഒരുപാട് കമൻറ്റ് ഇട്ടിട്ട് എന്നെക്കൊണ്ട് പണിയാക്കി പോയിക്കരുത്. എന്താണെന്ന് പറഞ്ഞാൽ രാത്രിയൊക്കെ ഉറക്കം വെച്ചിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അതേപോലെ തന്നെ ഞാൻ ആ കമൻറ്റൊക്കെ ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ 1.5 മണിക്കൂർ എടുക്കേണ്ടി വരും. ഒരുപാട് കമൻറ്റ് ഇടരുത്. മേ ബി ഇങ്ങനെ പറഞ്ഞാൽ തന്നെ കമൻറ്റ് ഇടുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു വീഡിയോൻ്റെ ലിങ്ക് ഞാൻ എന്ത് ചെയ്യാം, ഇല്ലെങ്കിൽ ഈ വീഡിയോ കഴിഞ്ഞതും ഈ ഒരു വീഡിയോൻ്റെ ആയിരിക്കും നിങ്ങൾക്ക് കാണാം. ആ വീഡിയോയിൽ കയറിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു കമൻറ്റ് ഇടുക. ഒരു കമൻറ്റ് മാത്രം ഇട്ടാൽ മതി. അപ്പോൾ ആ കമൻറ്റിൽ നിന്ന് റാൻഡംലി പിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരു ടോണും ചൂസ് ചെയ്യാം, ഇല്ലെങ്കിൽ എന്ത് ചെയ്യാം, 500 രൂപ ചൂസ് ചെയ്യാം. ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം, അത് നിങ്ങളുടെ ഇഷ്ടമാണ്. ഇന്ന് വൈകുന്നേരം 5 മണിക്ക് തന്നെ അതിൻ്റെ വിന്നർ എന്ത് ചെയ്യും, നമ്മുടെ ടെലിഗ്രാം ചാനലിൽ പറയുന്നതാണ്. അതിന് കുറച്ച് കണ്ടീഷൻ ഉണ്ട്. എന്താ കാര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ സബ്സ്ക്രൈബർ ആയിരിക്കണം, 100% അതായിരിക്കണമല്ലോ. അപ്പോൾ എന്തായാലും എൻ്റെ സബ്സ്ക്രൈബർ ആയിരിക്കണം, ഒരു കമൻറ്റ് ഇട്ടിട്ടുണ്ടാവണം. അതേപോലെ തന്നെ ഈ 5 മണിക്ക് നിങ്ങൾ ആക്റ്റീവ് ആയിരിക്കണം. ഞാൻ ഇതിലെന്താണ് റാൻഡംലി പിക്ക് ചെയ്തിട്ട് ചാനലിൽ ഇടുമ്പോൾ ആ 10 മിനിറ്റിൻ്റെ ഉള്ളിൽ നിങ്ങൾ എന്ത് ചെയ്തില്ല, എനിക്ക് റെസ്പോണ്ട് ചെയ്തില്ല എന്ന് പറഞ്ഞാൽ അത് വേറൊരാൾക്ക് ഞാൻ റീറോൾ ചെയ്തിട്ട് കൊടുക്കും. അങ്ങനെയാണല്ലോ നല്ലത്. അപ്പോൾ കുറേ പേർക്ക് ബെനിഫിറ്റൊക്കെ കിട്ടുമല്ലോ. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് ഈ 160 രൂപേൻ്റെ കുറേ പേര് കയറി എന്ന് പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും, വീണ്ടും ഞാൻ എന്ത് ചെയ്യും, ടോൺ കൊടുക്കും എന്നാണ് എൻ്റെ ആ ഒരു ഉദ്ദേശത്തിലും കൂടിയാണ് ഈ വീഡിയോ ഇട്ടിരിക്കുന്നത്. എന്തായാലും ടോൺ കൊടുക്കുക. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, മസ്റ്റായിട്ട് കയറുക, 160 രൂപ ആദ്യം ഉണ്ടാക്കുക. അത് കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക, എൻ്റെ വീഡിയോയ്ക്ക് ഒരു കമൻറ്റ് ഇടുക, അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ ഒരു കമൻറ്റ് മാത്രം ഇട്ടാൽ മതി. അങ്ങനെ ഇട്ടെന്ന് പറഞ്ഞിട്ട് അതേപോലെ തന്നെ ഈ 5 മണിക്ക് നിങ്ങൾ ആക്റ്റീവായിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ എന്തായാലും റാൻഡംലി പിക്ക് ചെയ്തിട്ട് നമ്മുടെ വിന്നറിനായി പറയുന്നതാണ്. അപ്പോൾ വിന്നർ നിങ്ങളാവട്ടെ, നിങ്ങൾക്കൊരു ടോണോ 500 രൂപയൊക്കെ കിട്ടട്ടെ. അപ്പോൾ എല്ലാ കാര്യങ്ങളും ഇന്ന് മനസ്സിലായിട്ടുണ്ടാവും. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഒരുപാട് വലുതാക്കിയിട്ടുണ്ടെന്ന് എനിക്കറിയാം, പക്ഷേ നല്ല ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിരിക്കും 100% ഉറപ്പുള്ള കാരണമാണ് ഇന്നത്തെ വീഡിയോ ഇങ്ങനെ എത്ര വലുതാക്കിയത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. ഹാവ് എ ഗ്രേറ്റ് ഡേ. നന്ദി, നമസ്കാരം, ബൈ.